ഈ ബിഗ് ബോസ് സീസൺ 7 ഷാനവാസിനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പുള്ളി ഇപ്പോ തിരിച്ച് ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. തികച്ചും നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. നല്ല സുന്ദരനായിട്ടുള്ള ഒരു പുരുഷൻ. ഒട്ടനവധി പ്രേക്ഷകർ, പ്രത്യേകിച്ചും പെണ്ണുങ്ങളായിട്ടുള്ള പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഷാനവാസ്. നമുക്കറിയാം, ഷാനവാസ് എന്ന് പറയുന്ന ഒരു സീരിയൽ നടൻ അതീവ സുന്ദരനായിട്ടുള്ള ഒരു നടനാണ്, പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. അദ്ദേഹം വന്നപ്പോൾ എങ്ങനെയാണ്, ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. നമ്മൾ ബിഗ് ബോസ് കാണുന്നവർക്ക് അതറിയാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായം, ഇദ്ദേഹം ഇത്രയും നാളും ബിഗ് ബോസിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവും പ്രേക്ഷകർക്ക് അയലിലുള്ള ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെങ്കിൽ എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ, അത്യന്തികമായിട്ട് ബിഗ് ബോസ് അല്ല വലുത്, ജീവനാണ് വലുത്, അദ്ദേഹത്തിന്റെ ആരോഗ്യമാണ് വലുത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തേജസ്, സൗന്ദര്യം, അതൊക്കെയാണ് വലുത് എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം, ഇങ്ങനെ ഒരു ഷോയിൽ അദ്ദേഹം ഇനിയും നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ അധികമാണ്. നമുക്കറിയാം, പുള്ളിക്ക് ഒരു അറ്റാക്ക് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, പുള്ളി ഡയബറ്റിക് ആണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിൽ നിൽക്കുക എന്നുള്ളത് കഠിനമാണ്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തെ ബാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. കാര്യം, ബിഗ് ബോസ് എന്ന് പറയുന്നത് മൊത്തം സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയണ്ട. കാര്യം, ബിഗ് ബോസ് സീസൺ 7 ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 പാത്രത്തിൽ കഞ്ഞി വെക്കാൻ തുടങ്ങി. അപ്പോൾ അതിന്റെ അർത്ഥം 2 ഗ്രൂപ്പായിട്ട് നിന്ന് ചേരി തിരിഞ്ഞ് അടിപിടിക്കുകയാണ്. അപ്പം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എഴുന്നേറ്റ് വന്ന ഉടനെ ചിന്തിക്കുന്നത് ടെൻഷനാണ്, അരിശമാണ്, സങ്കടമാണ്, ആങ്സൈറ്റിയാണ്. ഇതൊക്കെയാണ് അവിടെ നടക്കുകയുള്ളൂ. അവിടെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കുറവാണ്, അല്ലെ? അപ്പോൾ നമുക്കറിയാം അറ്റാക്ക് ഉണ്ടാകുന്ന കാര്യം എങ്ങനെയാണെന്നുള്ളത്. കാര്യം എന്താ, ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലിലേക്ക് ഈ പ്ലേഗ്, അതായത് ക്ലോട്ട് വരിക, ആ ഒരു ഭാഗം, ആ ബ്ലഡ് വെസൽസ് സപ്ലൈ ചെയ്യുന്ന മസില് മരിച്ചു പോവുക, അല്ലെ നെക്രോസിസ് വരിക. കാര്യം എന്താ, സപ്ലൈ കുറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ക്ലോട്ട് വരാനുള്ള കാര്യം പല കാരണങ്ങളുണ്ട്. ഈ സിഗരറ്റ് വലിയുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ ഷാനവാസിനെ സംബന്ധിച്ചോളം ഒരു ദുശ്ശീലവും ഇല്ലാത്ത വ്യക്തിയാണ്. എന്നിരുന്നാലും പുള്ളിക്ക് നിർഭാഗ്യവശാൽ അറ്റാക്ക് വന്നു. അപ്പോൾ അല്ലാത്ത കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രധാന കാര്യം, ഈ ക്ലോട്ട് ഉണ്ടാകാൻ ഉള്ള ഒരു പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സാണ്. ഭയങ്കരമായിട്ടൊരു കാരണമാണ് സ്ട്രെസ്. പിന്നെ എക്സസൈസ് ഇല്ലായ്മ, ഡയറ്റ്, പ്രോപ്പർ ഡയറ്റ് എടുക്കാതിരിക്കുക, പിന്നെ സെഡൻഡറി ലൈഫ്, ഇതൊക്കെ ഒരു വലിയൊരു ഘടകമാണ്. ഇതെല്ലാം ഈ ബിഗ് ബോസിൽ നടക്കുന്നുണ്ട്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ടെൻഷനാണ്. ഒരു സന്തോഷത്തിന് ഒരു വീട്ടുകാരെ പോലും കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്നാ, സമയത്തിന് ആഹാരം കിട്ടുന്നില്ല, നല്ല ആഹാരം കിട്ടുന്നില്ല. പിന്നെ ഒരു ബാഗിൽ ഇരിക്കുക, മറ്റേ ബാഗിൽ ഇരിക്കുക, വെളിയിൽ പോയിരിക്കുക, മൊത്തം ശരീരം ചലിക്കാത്ത ഒരു ലൈഫാണ്, സെഡൻഡറി ലൈഫാണ്. അപ്പോ ഒരു അറ്റാക്ക് കഴിഞ്ഞ വ്യക്തിക്ക് എങ്ങനെയാണ് ഈ മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന്റെ ഹാർട്ടിനെയും എഫക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു ചെറിയ രീതിയിലൊന്ന് നോക്കാം. ഷാനവാസിനെ സംബന്ധിച്ചോളം എപ്പോഴും വഴക്ക് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം എന്താണ്, പുള്ളി പ്രഷറിനുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ചും ചില മരുന്നുകൾ, ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ക്ലോണിഡീൻസ്, അങ്ങനെയൊക്കെയുള്ള മരുന്ന് കഴിക്കുമ്പോഴത്തേക്കിന് ഇതിന്റെ സമയം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതൊരു റീബൗണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും. അതായത് പോയ പ്രഷർ പിന്നെയും കൂടി വരിക എന്നുള്ളത്. അപ്പൊ എന്താ പറ്റുന്നത്, നമ്മൾ എളുപ്പന്ന് ചൂടാകും, ദേഷ്യപ്പെടും, റെസ്റ്റ്ലെസ് ആകും, അജിറ്റേറ്റഡ് ആകും. അപ്പൊ എന്താ പറ്റുന്നത്, അവിടെ വഴക്കുണ്ടാകും. അപ്പൊ ഷാനവാസിനെ സംബന്ധിച്ചോളം നേരാവണ്ണം മരുന്ന് കഴിക്കാനുള്ള ചാൻസ് അവിടെ ഇല്ല. കാര്യം എന്താണ്, ആഹാരം നേരത്തെയോ അല്ലെങ്കിൽ സമയത്തിനോ കിട്ടുന്നില്ല. ആഹാരം കഴിച്ചിട്ടേ മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അതൊരു വലിയ ഘടകമാണ്. അപ്പൊ ഇദ്ദേഹത്തിന് അരിശം കൂടുകയാണ്, വഴക്ക് പിടിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും, ഈ കാണിക്കുന്ന അഗ്രഷൻ എല്ലാം പുള്ളിയുടെ ശരീരത്തെയാണ് ബാധിക്കുന്നത്. ഞാനൊരു മെക്കാനിസം വേണേ പറയാം, ഒരു ആമുഖമായിട്ടുള്ള ഒരു മെക്കാനിസമാണ്. നമുക്ക് അരിശം വരുമ്പോൾ തലച്ചോറ് ശരീരത്തിലേക്ക് സിഗ്നൽ കൊടുക്കും. പ്രത്യേകിച്ചും ഒരു ഗ്രന്ഥിയുണ്ട്, കിഡ്നിയുടെ മേളിൽ ഇരിക്കുന്ന അഡ്രൈനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന
ഒരു ഗ്രന്ഥിയുണ്ട്. ഈ ഗ്രന്ഥിയാണ് സ്ട്രെസ് ഹോർമോൺ. അതായത് നമുക്ക് ടെൻഷനും സ്ട്രെസ്സും അരിശവും എല്ലാം വരുമ്പോൾ ഒരു ഹോർമോൺ, 2-3 ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഈ അഡ്രിനൽ ഗ്ലാൻഡ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം അഡ്രീനലിൻ, നോൺ അഡ്രീനലിൻ, പിന്നെ കോർട്ടിസോള്, അങ്ങനത്തെ കുറച്ച് ഹോർമോൺ ഉണ്ടാക്കും. അപ്പൊ ഈ ഹോർമോൺ എല്ലാം നമ്മുടെ ശരീരത്തിനെ ഫൈറ്റിനും ഫ്ലൈറ്റിനും, അതായത് നമുക്ക് യുദ്ധം ചെയ്യാനും നമുക്ക് ഓടാനും സജ്ജമാക്കിയാണ്. അപ്പൊ എന്താ പറ്റുക, നമുക്ക് അരിശം വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തുണ്ടാകുന്ന മാറ്റം എന്താണ്? നമ്മുടെ ഐസ് ഡയലേറ്റ് ചെയ്യും, ശ്വാസം വലി കൂട്ടും, ഹാർട്ടിന്റെ ഇടുപ്പ് കൂട്ടും, നമ്മളുടെ വിശപ്പ് കുറയും, നമ്മുടെ പ്രഷർ കൂടും, അങ്ങനത്തെയൊക്കെയുള്ള ഘടകങ്ങളുണ്ട്. അപ്പം ഇത് ഈ ഒരു ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കിനും എന്താ പറ്റുന്നത്? ഹാർട്ട് റേറ്റ് കൂട്ടുകയാണ്, പ്രഷർ കൂട്ടുകയാണ്, സോൾട്ട് ആൻഡ് വാട്ടർ റിട്ടൻഷൻ, അതായത് ഉപ്പിന്റെയും ലവണാംശങ്ങൾ ശരീരത്തിലേക്ക് തിരിച്ചു പിടിക്കുകയാണ്. അപ്പൊ എന്താ പറ്റുക? പ്രഷർ കൂടുക, നീർവീക്കം ഉണ്ടാകുക. പിന്നെ എന്താ പറ്റുന്നത്? ഗ്ലൂക്കോസിന്റെ ലെവൽ ശരീരത്ത് കൂടുകയാണ്. അപ്പൊ എന്താ പറയുന്നത്? ഷുഗർ കൂടുകയാണ്. പിന്നെ എന്താ? നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുകയാണ്. അപ്പൊ എന്താ? ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടാകുകയാണ്. പിന്നെ എന്താ പറ്റുന്നത്? നമ്മുടെ ശരീരത്ത് പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേഷൻ, അതായത് രക്തം കട്ട പിടിക്കാനുള്ള ടെൻഡൻസി കൂട്ടുകയാണ്, അല്ലേ? അപ്പൊ എന്താ പറ്റുന്നത്? ഒരു അറ്റാക്കിങ്ങിലൂടെ ചാൻസ് വരികയാണ്. പിന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാർട്ടിൽ ഒരു താളത്തിലാണ് അടിക്കുന്നത്. ഈ താളം പോവുകയാണ്. അപ്പൊ എന്താ? റിതം പോവുകയാണ്. അറത്മിയ എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ടാകുകയാണ്. വെൻട്രിക്കുലർ അറത്മിയ ഉണ്ടാകുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഹാർട്ടിന്റെ താളം തെറ്റുകയാണ്. ഇതൊക്കെയാണ് ഇതിൽ കൂടെ, അഗ്രഷനിൽ കൂടെയും ഈ വഴക്ക് പിടിത്തത്തിൽ കൂടെയും എല്ലാത്തിലും ഉണ്ടാകുന്നത്. അപ്പോൾ ഷാനവാസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെല്ലാം മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്താ? ഒരു അറ്റാക്ക് കഴിഞ്ഞ വ്യക്തിയാണ്. ഈ മരുന്നൊന്നും കൃത്യമായിട്ട് കഴിക്കുന്നില്ല, ആഹാരമില്ല. അപ്പൊ ഈ മനസ്സമാധാനം പോയി കഴിയുമ്പോഴത്തേക്കിനും ഉണ്ടാകുന്ന സംഭവം എന്നാ? പ്രഷർ പിന്നെയും കൂടും, ഷുഗർ പിന്നെയും കൂടും, ഒരു ചാൻസ് ശരീരത്തിൽ ബ്ലഡ് കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടിയാണ്, ഈ അറ്റാക്കിനുള്ള ചാൻസ് കൂടിയാണ്, ശരീരത്തിന്റെ ഹാർട്ടിന്റെ താളം തെറ്റാനുള്ള ചാൻസ് കൂടിയാണ്. ഇതെല്ലാം അവിടെ നിന്നാൽ സംഭവിക്കാനുള്ളതേ ഉള്ളൂ. കാര്യം എന്താ? ഒരു മനസ്സമാധാനവും ഇല്ല അവിടെ. ഉണ്ടോ? നിങ്ങൾ കണ്ടതല്ലേ? ഒരു മനസ്സമാധാനവും ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും ഫ്രജൈൽ ആയിട്ടുള്ള, ഇത്രയും ഒരു ചെറിയ ഒരു ആഘാതമേറ്റപ്പോൾ ആശുപത്രി കൊണ്ടുപോയ അദ്ദേഹത്തിനെ, ആ ഒരു വ്യക്തിയെ, തികച്ചും ഒത്തിരി ഫാൻ ബേസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം സീസൺ 7 ഏറ്റവും വൺ ഓഫ് ദ സെൻട്രൽ ക്യാരക്ടറാണ് പുള്ളി, അല്ലെ? പുള്ളിക്ക് ചാൻസ് ഉണ്ട് കപ്പ് കിട്ടാൻ, അത്രയും ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വലിയൊരു ജീവിതമുണ്ട്, സുന്ദരമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതം ഇങ്ങനെ സുന്ദരനായിട്ട് ജീവിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്ന് അദ്ദേഹം മാറുക തന്നെ മാർഗമുള്ളൂ. ഇത് മാറിയിട്ട് പുള്ളിക്ക് മെഡിറ്റേഷനും ഒരു തെറാപ്പിയുടെ ആവശ്യമുണ്ട്. കാര്യം എന്താ? അറ്റാക്ക് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഡയറ്റ്, പ്രോപ്പർ ഡയറ്റ് ഒരു അറ്റാക്ക് കഴിഞ്ഞ വ്യക്തിക്ക് ആവശ്യമാണ്. സമയത്തിനുള്ള ആഹാരം ആവശ്യമാണ്, മരുന്നുകൾ ആവശ്യമാണ്. ഈ ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് ചിലത് നിർത്തിക്കഴിഞ്ഞാൽ സ്വഭാവം തന്നെ അങ്ങ് മാറും, അഗ്രസീവ് ആവും, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇനിയും അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒരു 20 ദിവസം കളിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുശകുനമാണ്, ഒരു ഭയങ്കര അപകടകരമാണ്, അല്ലെ? പിന്നെ ഈ വേറൊരു കാര്യം പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ ഏകദേശം 20 ദിവസമേ ഉള്ളൂ. ഇനി എവിക്ഷനിൽ വരാനുള്ളത് ആരൊക്കെയാണ് നമുക്കറിയാം. ആര്യന്, അനീഷ്, നെവിന്, നൂറയ്, സാബുമാൻ, ഇങ്ങനെ 5 പേരാണ് എവിക്ഷന് വന്നിട്ടുള്ളത്. അപ്പോ ഷാനവാസ് പോവുകയാണെങ്കിൽ ബിഗ് ബോസിന് ഒരു പക്ഷെങ്കിൽ രണ്ടുണ്ട് കാര്യം. അദ്ദേഹം വലിയൊരു സെലിബ്രിറ്റിയാണ്, ബിഗ് ബോസിന് പൈസ ലാഭിക്കാം. രണ്ടാമത്, നെവിനെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെ? ഇപ്പം കളിക്ക് കുറവുള്ളത് സാബുമാനാണ്. അപ്പൊ സാബുമാനെ ഏതായാലും കളയും. പക്ഷെ നെവിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹം ഒത്തിരി കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്, അല്ലെ? അദ്ദേഹത്തിനോട് എല്ലാവർക്കും വെറുപ്പാണെങ്കിൽ തന്നെയും അദ്ദേഹം ഒത്തിരി കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിനെ പിടിച്ചു വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു സാബുമാനെ മാത്രം എവിക്റ്റ് ചെയ്യാൻ പറ്റും ബിഗ് ബോസിന്, ഈ ഷാനവാസിനെ ഒഴിവാക്കിയാണെങ്കിൽ. പക്ഷെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു പ്രതിഭയുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ഈ ബിഗ് ബോസിൽ നിന്നും പുള്ളി സ്വയം ഒഴിഞ്ഞു പോകുക തന്നെയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.